അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പൂർണ്ണമായും അനാവരണം ചെയ്യുവാനോ അനുധാവനം ചെയ്യുവാനോ നമ്മെക്കൊണ്ട് പറ്റില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും ബുദ്ധിക്കും അതീതമായ ഒരു തലം അവിടുത്തെ ജീവിതത്തിലുണ്ട്. അഷ്റഫുൽ ഖൽഖിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗത്തെക്കുറിച്ച് മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് തന്നെ ഖുലുഖുൽ ഖുർആൻ എന്നാണല്ലോ. സമുദ്രത്തിലെ വെള്ളങ്ങൾ മുഴുവനും മഷിയാക്കി, കരയിലെ മരങ്ങൾ മുഴുവനും പേനയാക്കി, അതിൻ്റെ എത്രയോ മടങ്ങുകൾ അതിലേക്ക് കൂട്ടിച്ചേർത്ത് വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളെ രേഖപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് സാധ്യമല്ലെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ അഷ്റഫുൽ ഖൽഖിൻ്റെ ജീവിതവും അതുപോലെ അനന്തമായി പരന്നു കിടക്കുന്നതാണ്. അഴിയൽ വറാ ഫഹ്മു മഅനാഹു ഫലൈസ യുറാ ഫിൽ ഖുർബി വൽ ബുഅദി ഫീഹി ഗൈറു മുൻഫഹിമി. സൃഷ്ടികളാസകലം കുഴങ്ങിപ്പോയല്ലോ. അവിടുത്തെ വ്യക്തിത്വത്തെ മനസ്സിലാക്കുന്നതിൽ, അവിടുത്തോടൊപ്പം കൂടെ കഴിഞ്ഞവരിലും അകന്നു കഴിയുന്നവരിലും ഒന്നും ആ ജീവിതത്തെ മനസ്സിലാക്കുന്നതിൽ കഴിവുകെട്ടവനെയല്ലാതെ അശക്തനെയല്ലാതെ കാണപ്പെടുകയില്ല എന്ന് മഹാനായ ഇമാം ബൂസരി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ആ ജീവിതം മുഴുവനും നമുക്ക് അനാവരണം ചെയ്യാൻ സാധ്യമല്ല. അതൊരു അമാനുഷികമാണ്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതും ഉൾക്കൊള്ളാൻ കഴിയുന്നതുമായ ഒരു ഭാഗമുണ്ട് എന്നതും ഒരു വസ്തുതയാണല്ലോ. ആ ജീവിതത്തെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന ഭാഗങ്ങളിൽ നിന്ന് തന്നെ മുഴുവനും പകർത്തുവാൻ നമ്മെക്കൊണ്ട് കഴിയില്ല. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇദാ അമർതുകും ബി അംരിൻ ഫഅ്തൂ മിൻഹു മസ്തതഅ്തും. ഞാൻ വല്ലതും നിങ്ങളോട് നിർദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിൽ ആവതാകുന്നതിന് ആ ജീവിതം തന്നെയാണ് എക്കാലവും പരമ മാതൃകയായത്. അത് മുത്തുനബി വരുന്നതിൻ്റെ മുൻപും അതിൻ്റെ മുൻപ് വന്ന പ്രവാചകന്മാരുടെ കാലത്തും ആ പ്രവാചകന്മാരുടെ കാലത്തെങ്ങാനും അഷ്റഫുൽ ഖൽഖ് വരികയാണ് എങ്കിൽ അതാതു കാലത്ത് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരും അവരുടെ അനുയായികളും അഷ്റഫുൽ ഖൽഖിനെ അനുധാവനം ചെയ്ത് വിശ്വസിച്ച് പിന്തുടർന്നുകൊണ്ട് ജീവിക്കാൻ അവർ സന്നദ്ധരാവേണ്ടതുണ്ട്. അതാതു കാലത്ത് വരുന്ന പ്രവാചകന്മാരോട് അങ്ങനെ കരാർ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഏതു കാലത്തും ഏത് പ്രവാചകരുടെ കാലത്തും അഷ്റഫുൽ ഖൽഖിൻ്റെ മാതൃക തന്നെയാണ് ഏറ്റവും അത്യുത്തമം എന്നാണ്. ആ മാതൃകയെ അനുധാവനം ചെയ്ത് നമ്മൾ ജീവിച്ചാൽ നമുക്ക് ലഭിക്കുന്നതും വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൃഷ്ടാവായ അല്ലാഹുവിനോട് അവനിൽ വിശ്വാസമുള്ളവർക്കൊക്കെ സ്വാഭാവികമായും സ്നേഹമുണ്ടാകും. ജൂതരും ക്രൈസ്തവരുമൊക്കെ ഇത് സമ്മതിച്ചതാണ്, പറഞ്ഞിരുന്നതാണ്. നഹ്നു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അള്ളാഹുവിനോട് വലിയ ഇഷ്ടമാണ് ഞങ്ങൾക്ക്. പക്ഷേ പ്രവാചകരെ അനുകരിക്കാൻ അവർ ഒരുക്കമായിരുന്നില്ല. അപ്പൊ അള്ളാഹു അവർക്ക് കൊടുത്ത മറുപടിയാണ്, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. അള്ളാഹുവിനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം അങ്ങനെ പറഞ്ഞു നടന്നാൽ പറ്റില്ല, അത് പ്രകടമാക്കണം. ഉള്ളിലുള്ള സ്നേഹം അള്ളാഹുവിനോട് നമുക്ക് പ്രകടമാക്കുവാനുള്ള മാർഗം അത് അള്ളാഹുവിൻ്റെ ഹബീബിനെ അനുധാവനം ചെയ്യുന്നതിലൂടെയാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹം നമുക്ക് അങ്ങനെ പ്രകടമാക്കാൻ കഴിയൂ. എങ്കിൽ നമുക്ക് ലഭിക്കുന്നത് യുഹ്ബിബുകുമുല്ലാഹ്, നിങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുമെന്നാണ്. അള്ളാഹുവിനോട് അങ്ങോട്ടുള്ള സ്നേഹം അതിലപ്പുറമാണല്ലോ അള്ളാഹു നമ്മെ ഇങ്ങോട്ട് സ്നേഹിക്കുക എന്നുള്ളത്. ലൈസ ശഅ്നു അൻ തുഹിബ് വ ഇന്നമ ശഅ്നു അൻ തുഹബ്ബ് എന്ന് തത്വജ്ഞാനികൾ പറയാറുണ്ട്. കാര്യമുള്ളത് നീ അങ്ങോട്ട് സ്നേഹിക്കുന്നതിലല്ല, നിന്നെ സ്നേഹിക്കപ്പെടുന്നതിലാണ്. അത് സൃഷ്ടാവായ റബ്ബാണ് നമ്മെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നതെങ്കിലോ അത് എത്രമേൽ മഹത്തരമായിരിക്കും. അള്ളാഹുവിനോടുള്ള അങ്ങോട്ടുള്ള സ്നേഹത്തെക്കുറിച്ച് തന്നെ ആത്മജ്ഞാനികളായ
മുഹിബ്ബുകളായ ആളുകളുടെ വചനങ്ങൾ ധാരാളമാണ്. യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, മിസ്കാലു ഖർദലത്തിൻ മിനൽ ഹുബ്ബി അഹബ്ബു ഇലയ്യ മിൻ ഇബാദത്തി 70 സന മിൻ ഗൈരി ഹുബ്ബ്. അള്ളാഹുവിനോട് സ്നേഹം മനസ്സിൻ്റെ അകത്ത് ശരിക്കും വേരുറക്കാതെയുള്ള 70 കൊല്ലത്തെ ആരാധനകളെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു ചെറിയൊരു അംശം അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് എനിക്ക് ലഭിക്കലാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് അള്ളാഹുവിനോടുള്ള സ്നേഹം അങ്ങോട്ടുള്ള സ്നേഹമാണെങ്കിൽ അള്ളാഹുവിൻ്റെ സ്നേഹം ഇങ്ങോട്ട് ലഭിക്കുന്നത് എത്ര വലിയ കാര്യമായിരിക്കും. അത് ലഭിക്കുവാനുള്ള മാർഗം വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു തന്നെ പറയുന്നത്, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അള്ളാഹു ഒരു അബ്ദിനെ സ്നേഹിച്ചാൽ എന്ത് ലഭിക്കും? ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട്, ഇന്നി ഉഹിബ്ബു ഫുലാന ഫഅഹിബ്ബഹു, ഇന്നാലിന്നവനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, നീ അവനെ സ്നേഹിച്ചോ. ജിബ്രീൽ അലൈഹിസ്സലാം ആ മനുഷ്യനെ സ്നേഹിക്കുന്നു. പിന്നെ വാനലോകത്ത് മുഴുവനും വിളിയാളം നടത്തുകയാണ്, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബു. അല്ലാഹു തആല ഇന്നാലിന്നവനെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ സ്നേഹിച്ചോ. വാനലോകത്ത് മുഴുവനും സ്നേഹിക്കപ്പെടുന്നവനായി മനുഷ്യൻ മാറുകയാണ് അള്ളാഹുവിൻ്റെ സ്നേഹത്തിലൂടെ. ആ സ്നേഹം ലഭിക്കുന്നതോ അള്ളാഹുവിൻ്റെ ആ ഹബീബിനെ അനുധാവനം ചെയ്യുന്നതിലൂടെ. അങ്ങനെ വരുമ്പോൾ ആ ഹബീബിൻ്റെ ജീവിതം എത്രമേൽ പവിത്രമാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ലഅംറുക ഇന്നഹും ഫീ സകർതിഹിം യഅമഹൂൻ, നബിയേ അങ്ങയുടെ ജീവിതത്തെ തന്നെയാണ് സത്യമെന്ന് വിശുദ്ധ ഖുർആൻ ഏറ്റവും മധമരായ ആളുകളുടെ അധോഗതിയെ വിവരിക്കുമ്പോൾ ഏറ്റവും ഉത്കൃഷ്ടരായ പ്രവാചകരുടെ ജീവിതത്തെ പിടിച്ചുകൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്യുകയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, മാ സമിഅതു അഹദൻ മാ സമിഅതുല്ലാഹ് അഖ്സമ ബിഹയാതി അഹദിൻ ഗൈരി. അഷ്റഫുൽ ഖൽഖിന്റെ ജീവിതമല്ലാതെ മറ്റൊരാളുടെ ജീവിതം കൊണ്ടും അള്ളാഹു ജീവിതത്തെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ നബി തങ്ങളോട് തന്നെ നേരിട്ട് പറഞ്ഞതല്ലേ, ലഖദ് ബലഗ മിൻ ഫളിക ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, ലഖദ് ബലഗ മിൻ ഫളിക അഖ്സമല്ലാഹു ബിഹയാതിക. നബിയേ അങ്ങയുടെ ഫള് എത്ര മഹത്വമാണ്, അങ്ങയുടെ ജീവിതത്തെ പിടിച്ച് അല്ലാഹു സത്യം ചെയ്തുവല്ലോ. ആ ജീവിതത്തെയാണ് നമ്മളോട് അനുധാവനം ചെയ്യാൻ പറയുന്നത്. ആ ജീവിതത്തെ അനുധാവനം ചെയ്യുമ്പോഴാണ് അള്ളാഹുവിൻ്റെ മഹത്വം നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ ആട്ടനക്കങ്ങളിലും അവിടുത്തെ മാതൃക നമുക്ക് പകർത്തുവാനുണ്ട്. പ്രവൃത്തിയിലുണ്ട്, പെരുമാറ്റത്തിലുണ്ട്, വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ, നമ്മുടെ പഠനകാലത്തെ, നമ്മുടെ അധ്യാപന ജീവിതത്തിൽ, ഇങ്ങനെ ഏത് മേഖലയിലെടുത്താലും അതിലൊക്കെ അള്ളാഹുവിൻ്റെ ഹബീബിനെ ഓരോ ചലനങ്ങളിലും നമുക്ക് പകർത്തുവാനുണ്ട്. ഒരു മനുഷ്യന്റെ ദൈനംദിന ജീവിതം പരിശോധിക്കുമ്പോൾ ഉണരുമ്പോൾ തന്നെ തിരു ഹബീബിന്റെ സുന്നത്ത് കൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. നാവ് കൊണ്ടും ഖൽബ് കൊണ്ടും ഇത് പറഞ്ഞ് ഒരു വിശ്വാസി അവന്റെ ഒരു ദിനജീവിതം തുടങ്ങുകയാണ്. അവിടുന്ന് അങ്ങോട്ട് പിന്നീടുള്ള ഓരോ പ്രവർത്തനങ്ങളിലും പ്രാഥമികമായ അവന്റെ കർമ്മം നിർവഹിക്കുമ്പോൾ ഹബീബായ നബി തങ്ങളുടെ തിരുസുന്നത്തുകൾ അവനിക്ക് എത്ര പകർത്തുവാനുണ്ട്. 20ഓളം സുന്നത്തുകൾ ഒരു സാധാരണഗതിയിൽ ഒരു വിശ്വാസിക്ക് ശ്രദ്ധിച്ചാൽ അതിലൂടെ മാത്രം പകർത്താൻ കഴിയും. അവന്റെ പ്രഭാതം തുടങ്ങുന്നേ ഉള്ളൂ. ഉറക്കിൽ നിന്ന് എണീറ്റാൽ നമ്മൾ ആദ്യമായി ചെയ്യുന്ന കർമ്മം ഒന്നിരിക്കൽ ബ്രഷ് ചെയ്യലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പ്രാഥമിക കർമ്മം നിർവഹിക്കലായിരിക്കും. ഇതിലൊക്കെയും ആ തിരുസുന്നത്തുകൾ ധാരാളം നമുക്ക് പകർത്തുവാനുണ്ട്. പ്രാഥമിക കർമ്മത്തിന് വേണ്ടി നമ്മൾ പോകുമ്പോൾ
കാലിൽ പാദരക്ഷ ധരിക്കുന്നു. സാധാരണ നമ്മൾ ചെയ്യുന്നതാണ്. അത് ഹബീബിന്റെ തിരുസുന്നത്താണ്. ഒന്നും കൂടെ ശ്രദ്ധയുള്ളവർ തലമറക്കുന്നു. അതും ഹബീബിന്റെ തിരുസുന്നത്താണ്. കയറുമ്പോൾ ഇടതുകാലം മുന്തിക്കുന്നു, ബിസ്മി ചൊല്ലുന്നു, അവിടെ ചൊല്ലേണ്ട പ്രത്യേകമായ ദിക്ർ ചൊല്ലുന്നു. അവൻ ഇരുത്തത്തോട് ഭൂമിയോട് അടുക്കുമ്പോൾ മാത്രം അവന്റെ വസ്ത്രം ഉയർത്തുന്നു, ഇടതുകാലിൽ ചാരിയിരിക്കുന്നു. അതുപോലെ അവന്റെ ആവശ്യം നിർവഹിക്കുന്ന സന്ദർഭം സംസാരിക്കാതിരിക്കൽ, വിസർജ്യ വസ്തുക്കളിലേക്ക് നോക്കാതിരിക്കൽ, ഔറത്തിലേക്ക് നോക്കാതിരിക്കൽ, അവിടെ കൂടുതൽ സമയം ചെലവഴിക്കാതിരിക്കൽ, ഇങ്ങനെ അനേകം സുന്നത്തുകൾ നമുക്കവിടെ ആ ഒരു കർമ്മത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് പകർത്താൻ കഴിയും. ഇപ്പൊ നമ്മുടെ കൗമാരക്കാരിലൊക്കെ ഒരു പുതിയൊരു ട്രെൻഡ്, ഇപ്പോൾ പത്രത്തിലൊരു പഠനക്കുറിപ്പ് കണ്ടു. ടോയ്ലറ്റ് ക്യാമ്പിങ്. എന്തെങ്കിലും മനക്ലേശോ പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോൾ ടോയ്ലറ്റ് പോയിരിക്കുക, അവിടെ ഇരുത്തം അങ്ങനെ നീട്ടുക. മാനസിക സമ്മർദ്ദത്തിന് പരിഹാരമെന്നോണം പുതിയ തലമുറ സ്വീകരിച്ചൊരു മാർഗമാണ് അത്രേ അത്. വിദ്യാർത്ഥികളിലൊക്കെ പലപ്പോഴുണ്ട്, ക്ലാസ്സൊക്കെ കട്ടാക്കിയാൽ അധികം പോയിരിക്കുക ടോയ്ലറ്റിലേക്ക്. സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ പലപ്പോഴും ഏതെങ്കിലും ഒരു പീരീഡ് അവർക്ക് കയറാൻ താല്പര്യമില്ലെങ്കിൽ അപ്പം വേണ്ട ടോയ്ലറ്റ് പോയിരിക്കുക. അതുമാത്രമല്ല, മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോഴും ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെന്ന് പഠനങ്ങൾ പറയുമ്പോൾ അവിടെ അങ്ങനെ പോയിരിക്കേണ്ട കേന്ദ്രമല്ല. എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, ഞാൻ രാവിലെ പോകുമ്പോൾ പത്രമായിട്ടാണ് പോകാറുള്ളത്, എന്നാ പിന്നെ അതിന് വേറെ സമയം കാണണ്ടല്ലോ, അതും അവിടെ നിന്ന് തന്നെ കഴിച്ചു പോരും. ഇതൊക്കെ ആ ഹബീബിന്റെ തിരുസുന്നത്തുകളുടെ നഗ്നമായ ലംഘനങ്ങളാണ്. 20ഓളം സുന്നത്തുകൾ നമുക്കതിലൂടെ ശരാശരി ഒരു വിശ്വാസിക്ക് അവൻ ശ്രദ്ധിച്ചാൽ അവനക്കതിലൂടെ പകർത്താൻ കഴിയും. പല്ല് തേക്കുമ്പോഴോ അപ്പോഴുമുണ്ട് നമ്മുടെ ഇമാമുകൾ പഠിപ്പിക്കുന്ന 10ഓളം സുന്നത്തുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ ഒരൊറ്റ കർമ്മത്തിലൂടെ പകർത്താൻ കഴിയും. ഏത് കയ്യിൽ പിടിക്കണമെന്നുണ്ട്, എവിടുന്ന് തുടങ്ങണമെന്നുണ്ട്, എന്ത് ചൊല്ലണമെന്നുണ്ട്, പിന്നെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്, അത് കഴിഞ്ഞ് പിന്നെ എങ്ങോട്ട്, ഇങ്ങനെ അത് തന്നെ തേക്കുന്ന വസ്തുവിലുള്ള ക്രമവും 25ഓളം ക്രമം നമ്മുടെ ഫുഖഹാ ഇതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അറാക്ക്, ഈന്തപ്പനയിൽ നിന്നുണ്ടാക്കപ്പെട്ട കൊള്ളിക്കഷ്ണം, അതുമല്ല ജെയ്ത്തൂൻ, പിന്നെ സുഗന്ധമുള്ള മറ്റെന്തെങ്കിലും കൊള്ളിക്കഷ്ണങ്ങൾ, പിന്നെ സുഗന്ധമില്ലാത്ത അത് തന്നെ വെള്ളം കൊണ്ട് നനക്കപ്പെട്ടത്, ഉമിനീര് കൊണ്ട് നനക്കപ്പെട്ടത്, പനനീര് വെള്ളം കൊണ്ട് നനക്കപ്പെട്ടത്, ഇങ്ങനെ ഇവളെല്ലാം കൂട്ടുമ്പോൾ 25ഓളം ക്രമങ്ങൾ ഈ ബ്രഷ് ചെയ്യുന്ന വസ്തുവിൽ തന്നെ ശ്രദ്ധിക്കുവാൻ നമ്മുടെ ഫുഖഹാ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ഒരു കർമ്മത്തിലൂടെ അത് കഴിഞ്ഞ് നമ്മൾ വുളൂ ചെയ്യുകയാണെങ്കിൽ പറയാനുമില്ലല്ലോ. മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫയിലും ശർഹുൽ റുബാബിലും ഒക്കെ വുളൂവിൻ്റെതായി പറയപ്പെടുന്ന സുന്നത്തുകൾ പറഞ്ഞ സുന്നത്തുകൾ 40ഓളം സുന്നത്തുകൾ പറഞ്ഞു എന്ന് ശേഷമുള്ള ഇമാമുകൾ പഠിപ്പിക്കുന്നുണ്ട്. 66ഓളം സുന്നത്തുകൾ രേഖപ്പെടുത്തിയവരുണ്ട് വുളൂയിലൂടെ. പിന്നെ ബാങ്ക്, ഇഖാമത്ത്, 15ഓളം സുന്നത്തുകൾ ബാങ്കിലും അതേപോലെ ഇഖാമത്തിലും. പിന്നെ നിസ്കാരത്തിലേക്ക് കടക്കുമ്പോഴോ ഇതിൻ്റെ ഒക്കെ ഇടയിലുണ്ട് കേട്ടോ. സാധാരണഗതിയിൽ ഒരു ശരാശരി വിശ്വാസി ഇങ്ങനെ ശ്രദ്ധിച്ചു പോകുമ്പോൾ നമ്മളൊരു കാര്യമായി കാണുന്ന കാര്യങ്ങൾ അതിങ്ങനെ പറഞ്ഞു പോവുകയാണ്. നിസ്കാരത്തിൽ ഓരോ ഫറളുകൾക്കും പ്രത്യേകം സുന്നത്തുകളുണ്ട്. ഒരു 10 വീതം സുന്നത്തുകൾ ഓരോന്നിനും എടുത്താൽ തന്നെ എത്ര സുന്നത്തുകളായി. ഇങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ അവനക്ക് സൂര്യൻ ഉദിക്കുന്നതിന്റെ മുൻപ്
അവൻ ദിനേന ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ അവനക്ക് 200-ൽ പരം സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താൻ കഴിയുകയാണ്. പിന്നെ സുബ്ഹ് നിസ്കാരത്തിന്റെ ശേഷം അവൻ ദിക്റിലായിരിക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന പുണ്യമോ, സൂര്യൻ ഉദിക്കുന്നത് വരെ ആ നിസ്കാര സ്ഥലത്ത് തന്നെ അവൻ അള്ളാഹുവിന്റെ ദിക്റിലായി കഴിച്ചു കൂട്ടുകയാണ് എങ്കിൽ സമ്പൂർണമായ ഒരു ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം അവനിക്ക് രേഖപ്പെടുത്തപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നവരായിരിക്കും സാധാരണ. ഭക്ഷണമൊക്കെ സാധാരണ രീതിയിൽ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള സുന്നത്ത് അതിനുവേണ്ടി തന്നെ നമ്മുടെ ഇമാമുകൾ പ്രത്യേകമായ രചനകൾ നടത്തിയിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞ് തൊഴിലിന് പോകുന്നവരുണ്ടാകും, ജോലിക്ക് വേണ്ടി പോകുന്നവർ. അവരുടെ ജോലികളിലും അവർക്ക് ആ തിരു ഹബീബിന്റെ തിരു സുന്നത്തുകളെ പകർത്തുവാനും പാടുമുണ്ട്. അതൊരു വലിയ അമാനത്താണെന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുന്നത്. അദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ എന്ന നിർദ്ദേശത്തിൽ നമ്മുടെ തൊഴിലിലുള്ള ഉത്തരവാദിത്വം അത് നമ്മൾ പൂർണ്ണമായും നിർവഹിക്കണമെന്ന നിർദ്ദേശമുണ്ട്. അങ്ങാടികളിലൊക്കെ കടയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലൊക്കെ പോകും. അങ്ങനെ പള്ളിയിലേക്ക് പോയാൽ നല്ല ഏസിയൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ അവിടെ കുറേ സുന്നത്തും എഴുത്തുകാവും ഖുർആനോത്തും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിച്ചോട്ടും. അതൊന്നും അവനിക്ക് അവിടെ തേടപ്പെട്ട സുന്നത്തുകളല്ല. അവന്റെ ഉത്തരവാദിത്വം നിർവഹിക്കലല്ലേ അവന്റെ ബാധ്യത. ഇങ്ങനെ ആ മനുഷ്യൻ കിടന്നുറങ്ങുന്നതുവരെ അവന്റെ ഓരോ ചലനങ്ങളിലും പ്രത്യേകമായ നിർദ്ദേശിക്കപ്പെട്ടതായിരിക്കുന്ന ആരാധനാ കർമ്മങ്ങളിലും അല്ലാത്തതിലുമൊക്കെ അവനക്ക് ആ ഹബീബിന്റെ തിരുസുന്നത്തുക്കളെ അവൻ ശ്രദ്ധിച്ചാൽ പകർത്താൻ അവനക്ക് പറ്റും. സാമൂഹിക ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ്. ഇത്തരം സുന്നത്തുകളൊക്കെ പക്ഷേ നമ്മൾ പലപ്പോഴും അത്ര ഗൗരവത്തിലെടുക്കാറില്ല. നമുക്കൊരു ശീലം ഉണ്ടാവും, ചെറുപ്പത്തിലേ നമ്മൾ പഠിച്ചു വെച്ചൊരു ശീലം. ആ ശീലങ്ങൾ അങ്ങനെ തുറന്നു പോകും, പുതിയതൊന്നും കടന്നു വരില്ല. ചിലപ്പോൾ നമ്മൾ ഓതി കൊടുക്കും, പറഞ്ഞു കൊടുക്കും ഒക്കെ ചെയ്യും. എന്നാലും നമ്മുടെ ജീവിതത്തിൽ അത് പലപ്പോഴും കാണാറില്ല. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ വുളൂ ചെയ്യുമ്പോൾ 3 പ്രാവശ്യം കഴുകേണ്ടതിന് 1 പ്രാവശ്യം മാത്രം കഴുകി അവിടുത്തെ കൈ 1 പ്രാവശ്യം മാത്രം കഴുകി വുളൂ ചെയ്തു. അങ്ങനെ അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ അഷ്റഫുൽ ഖൽഖിനെ സ്വപ്നത്തിലൂടെ ദർശിക്കുകയും യാ ഫുളൈൽ അത്തത്റുകു സുന്നത്തി ഫിൽ വുളൂ എന്ന് നബി തങ്ങൾ ചോദിക്കുകയും ചെയ്തു. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഞെട്ടിയുണർന്നു. വീണ്ടും പൂർണ്ണമായ ഒരു വുളൂ എടുത്ത് അവിടെ വെച്ചുകൊണ്ടവർ തീർച്ചപ്പെടുത്തുകയാണ്, ഇതിൻ്റെ പ്രായച്ചിത്തമായി ഞാൻ 1 വർഷം 500 റക്അത്ത് നിസ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടതിൻ്റെ പ്രായച്ചിത്തമായി അവർ ചെയ്യുന്നത് 1 വർഷക്കാലം 500 റക്അത്ത് അതിന് പകരമായി നിസ്കരിക്കുക. ഷെയ്ഖ് മുഹൈനുദ്ദീൻ ബിൻ ഹസൻ എന്നവർ ഷെയ്ഖുൽ അജൽ എന്നവരോട് സഹവസിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ ഒരിക്കൽ വുളൂ ചെയ്തപ്പോൾ കൈകളുടെ വിരൽ പരസ്പരം കോർത്തുകൊണ്ട് ഇങ്ങനെ വെള്ളം തിക്കകറ്റേണ്ടതുണ്ടല്ലോ, ആ സുന്നത്ത് വിട്ടുപോയി. ആ വിട്ടുപോയ സുന്നത്ത് സ്വപ്നത്തിലൂടെ അള്ളാഹുവിന്റെ ഹബീബ് ഉണർത്തുകയാണ്, യാ അജൽ അതദ്ദഈ മഹബ്ബത്തി, എന്നോടുള്ള സ്നേഹമുണ്ടെന്ന് നീ വാദിക്കുന്നു, വതത്റുകു സുന്നത്തി, എൻ്റെ സുന്നത്തിനെ നീ ഉപേക്ഷിക്കുകയും ചെയ്യുന്നുവല്ലേ. മഹാനവറുകൾ പിന്നീട് അവിടുന്ന് സത്യം ചെയ്ത് പറഞ്ഞത്, ഞാനിനി ഒരിക്കലും തന്നെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സുന്നത്തിനെ ഞാൻ ഒഴിവാക്കുകയില്ല. പിന്നീട് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും മഹാനവറുകളെ കണ്ടപ്പോൾ മുഖത്ത് വല്ലാത്ത എന്തോ ഒരു പ്രയാസമുള്ളതുപോലെ, വിഷമമുള്ളതുപോലെ അനുഭവപ്പെട്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ്, ഒരു വിഷമമുണ്ടല്ലോ മുഖത്ത് നോക്കിയിട്ട്. അവർ പറഞ്ഞത്, ഞാൻ ഒരിക്കൽ വുളൂ ചെയ്യുമ്പോൾ എൻ്റെ കൈവിരലുകൾ തിക്കകറ്റാൻ മറന്നുപോയി.
കൈഫ ഉലാഖി ബിഹാദൽ വജ്ഹി, കൈഫ ഉലാഖി റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലിനെ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കും? ഇത്ര കണ്ട് അവരൊക്കെ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ നമുക്കൊക്കെ പ്രയാസമില്ലാതെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന അവിടുത്തെ ജീവിതത്തിൽ മാതൃകയായി പഠിപ്പിച്ച തിരുസുന്നത്തുകൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് പരമാവധി ശ്രദ്ധിക്കാൻ പറ്റും. സാമൂഹിക ജീവിതത്തിലാണെങ്കിൽ പറയേണ്ടതുമില്ലല്ലോ. സത്യസന്ധതയും അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള വാഗ്ദാനം പുലർത്തലും വിട്ടുവീഴ്ച മനോഭാവവും ക്ഷമയും, ഇതെല്ലാം നമുക്ക് ആ ഹബീബിൻ്റെ ജീവിതത്തിലെ തിരുമാതൃകകളെടുത്ത് പരിശോധിക്കുമ്പോൾ അനേകം നമുക്ക് കാണാൻ കഴിയും. വേദഗ്രന്ഥങ്ങൾ കൊണ്ടറിയുന്ന സെയ്ദ് ബിൻ സഅനത്ത് എന്നവർ, അദ്ദേഹം അള്ളാഹുവിൻ്റെ ഹബീബിനെ വേദങ്ങളിൽ നിന്നും ശരിക്കും പഠിച്ച് ഇനി എനിക്ക് 1-2 കാര്യങ്ങൾ മാത്രമേ ആ ഹബീബിൻ്റെ ജീവിതത്തിൽ നിന്നും എനിക്ക് പ്രവാചകരാണെന്ന് ബോധ്യപ്പെടാനുള്ളൂ, 1-2 അടയാളം കൂടെ മനസ്സിലാക്കാനുണ്ട് എന്ന നിലയിൽ അവർ മദീനയിലേക്ക് വരികയും അള്ളാഹുവിൻ്റെ റസൂലിനെ പഠിക്കുവാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു. ഒന്ന്, നബി തങ്ങളോട് എത്ര അവിവേകമായി പെരുമാറിയാലും അവിടുത്തെ വിവേകപൂർണമായ സഹനത്തോടെയുള്ള അവിടുത്തെ പെരുമാറ്റം മാത്രമേ കാണുകയുള്ളൂ. ദേഷ്യം വരുന്നതിൻ്റെ മുൻപ് അവരിൽ ക്ഷമയാണ് കാണുക. ഇത് രണ്ടും പരിശോധിക്കുവാൻ വേണ്ടി അദ്ദേഹം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സമീപത്തേക്ക് വന്നു. നബി തങ്ങളുമായി ഒരു സൂത്രത്തിലൂടെ അദ്ദേഹം ഒരു ഇടപാട് നടത്തി. ആ ഇടപാടിൽ നബി തങ്ങൾക്ക് താൻ നൽകിയ വസ്തുവിൻ്റെ വില കടമായി പറഞ്ഞ് അതിന് അവധിയും പറഞ്ഞ് ആ അവധി വരുന്നതിൻ്റെ 2-3 ദിവസം മുൻപ് അദ്ദേഹം അള്ളാഹുവിൻ്റെ ഹബീബിനെ സമീപിച്ചിട്ട് വളരെ ഗൗരവത്തോടുകൂടെ നബി തങ്ങളുടെ ഖമീസിൻ്റെ മാറിടം പിടിച്ചുകൊണ്ട് യാ മുഹമ്മദ് അഅ്തിനി ഹഖ എന്ന് വളരെ ഗൗരവത്തിൽ നബി തങ്ങളോട് പറഞ്ഞപ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്നു. മഹാനവറുകൾ സെയ്ദിനെ വകവരുത്തുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, ഉമർ, നിങ്ങളിൽ നിന്നും ഇതല്ല എനിക്കും സെയ്ദിനിക്കും ആവശ്യം. എന്നോട് നിങ്ങൾ പറയേണ്ടത് കൊടുക്കാനുള്ള അവകാശം അത് നല്ല രീതിയിൽ കൊടുത്തു വീട്ടണമെന്നും, സെയ്ദിനോട് നിങ്ങൾ പറയേണ്ടത് കിട്ടാനുള്ള അവകാശം അത് മാന്യമായി ചോദിക്കണമെന്നുമാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ ഹബീബ് മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് തന്നെ പറയുകയാണ്, സെയ്ദിനക്ക് കൊടുക്കുവാനുള്ളത് മുഴുവനും അളന്നു കൊടുത്ത് ഒരു 20 സാഴ് കൂടുതലായും കൊടുക്കണം. എന്തിന്? നീ അദ്ദേഹത്തെ പീഡിപ്പിച്ചു, ഭയപ്പെടുത്തി. അങ്ങനെ അവരെ കൂട്ടിക്കൊണ്ടുപോയി കൊടുക്കാനുള്ളത് മുഴുവനും കൊടുത്ത് 20 സാഴ് ഏറെ കൊടുത്തപ്പോൾ ചോദിച്ചു, ഇത്രയും അധികം എന്തിനാണ് എനിക്ക്? ഇതെൻ്റെ ഹക്കല്ലല്ലോ, അവകാശമല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, ഇത് നബി തങ്ങൾ നിങ്ങളെ പീഡിപ്പിച്ചതിന് പകരം, ഞാൻ നിങ്ങളെ ഭയപ്പെടുത്തിയതിന് പകരം നിങ്ങൾ കളന്നു തരാൻ പറഞ്ഞതാണ്. അപ്പോൾ സെയ്ദ് അവിടെ വെച്ചുകൊണ്ട് ഉമർന്നവരോട് പറയുകയാണ്, ഞാൻ ഒരു പരീക്ഷണാർത്ഥം ചെയ്തതാണ് ഇത്രയും കാര്യങ്ങളൊക്കെ. തൗറാത്തിൽ ഞാൻ പഠിച്ച ആ ഗുണങ്ങൾ ഈ നബിയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു ഞാൻ. റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബിമുഹമ്മദിൻ നബിയ എന്ന് പറഞ്ഞ് വിശുദ്ധമായിരിക്കുന്ന ഇസ്ലാമിലേക്ക് അദ്ദേഹം കടന്നു വന്നുവെന്ന്. ഇങ്ങനെ വിട്ടുവീഴ്ചയും സത്യസന്ധതയും എല്ലാ സദ്ഗുണങ്ങളും ഒത്തിണങ്ങിയ ആ പ്രവാചകരെ നമ്മുടെ സാമൂഹിക ജീവിതത്തിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും എല്ലാറ്റിലും നമ്മൾ പരമാവധി പകർത്താൻ ശ്രമിച്ചാൽ അള്ളാഹുവിൻ്റെ സ്നേഹമാണ് നമുക്ക് ലഭിക്കുക. ആ സ്നേഹത്തിലൂടെ വാനലോകത്തുള്ള മലക്കുകൾ മുഴുവനും നമ്മെ സ്നേഹിക്കുന്നു. അങ്ങനെ എല്ലാവരുടെയും ഇഷ്ടഭാജനമായി നമ്മൾ മാറുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹബീബിൻ്റെ തിരുസുന്നത്തുകളെ പകർത്തി അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരായി മാറാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.